വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി ആണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനുപല്ലവി ഫോൺ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് മരുന്ന് വേണം, അപ്പോൾ ഈ സമയത്ത് തുറന്നിരിക്കുന്ന ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ സമയത്ത് പാടാണ് മേഡം എന്ന് പറയുകയാണ്. അന്നേരം മേഡം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സ്ഥലം ശാലിനി പറയുന്നുണ്ട്. അന്നേരം എൻ്റെ ഒരു അവിടെയൊന്നും കാണില്ല, പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മെഡിക്കൽ ഷോപ്പുണ്ട്, ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം പെട്ടെന്ന് വിളിച്ചിട്ട് നമ്പർ ഇടുമെന്ന് പറയുകയാണ്. അന്നേരം ആ മരുന്നിൻ്റെ ഡീറ്റെയിൽസൊക്കെ മേഡം എൻ്റെ ഇതിലോട്ട് അയക്കുക, ബാക്കി ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നത്. പെട്ടെന്ന് ആവട്ടെ, ഒരാളുടെ ജീവൻ രക്ഷിക്കാനാണെന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ അവിടെ പിന്നെ പ്രകാശാണെങ്കിൽ എന്തൊക്കെയോ ശിവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം പ്രകാശ് അവിടെ എത്തിയോ എന്ന് ചോദിക്കുക. അന്നേരം ഞാനിവിടെ എത്തി, പക്ഷേ അല്പം സീരിയസ് ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ചിലർക്ക് വരുന്ന സ്ട്രോക്കാണ് വന്നിരിക്കുന്നതെന്ന് പറയുക. അന്നേരം ഏട്ടന് എന്തെങ്കിലും ആപത്ത് എന്ന് പറയുമ്പോൾ അത് അപകടം തന്നെയാണ്, 1000-ൽ ഒരാൾക്ക് വരുന്ന ഒരു അസുഖമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും എന്ന് പറയുമ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല, അതിനൊരു സമയപരിധിയുണ്ട്, അതിനുള്ളിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാം അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ആകെ കരച്ചിലും ബഹളമൊക്കെയാണ്. അന്നേരം എൻ്റെ ഏട്ടനെ എനിക്ക് കാണണം, ഞാൻ എങ്ങനെയെങ്കിലും വരാം എന്നൊക്കെ പറയുകയാണ്. അന്നേരം നീ കാര്യം മനസ്സിലാക്കുക, സങ്കടപ്പെടാതെ, ഞാനൊരു രോഗത്തിൻ്റെ അവസ്ഥ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ, നീ വെപ്രാളപ്പെട്ട് വരികയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഈ അവസ്ഥയിൽ ഏട്ടൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ വരാതിരിക്കും, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ വന്നോളാം, എനിക്ക് ഏട്ടനെ കാണണം എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി ചേച്ചി ആ ഒരു ഇഞ്ചക്ഷനായിട്ട് പോയിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞ് ബഹളമൊക്കെ വെച്ചിട്ട് ചന്ദ്രയാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവിടെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഫ്രണ്ടിൽ ഡോർ തുറന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റിയുടെ ഫോൺ നോക്കിയിരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം ചന്ദ്ര പുറകിലത്തെ ഗേറ്റ് വഴി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതേസമയം ശാലിനി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശാലിനി ഇങ്ങനെ ഫോണിൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഫോണിൽ അനുപല്ലവി വീണ്ടും വിളിക്കുന്നുണ്ട്. എനിക്കൊരു ഉപകാരം കൂടി ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താ മേഡം ചോദിക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ശാലിനി ഇങ്ങനെ സ്പീഡിന് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ രാത്രി നൈറ്റ് പെട്രോളിങ്ങിന് സോമശേഖരനും കുറേ പോലീസുകാരും കൂടി ഒരു സൈഡിൽ നിൽക്കുകയായിരുന്നു. അന്നേരം അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നത് പോലെ ഫോണിൽ സംസാരിക്കുന്നു. പിടിച്ചിട്ട് തന്നെ കാര്യം ആരാണെന്ന് വെച്ചാൽ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ജീപ്പുമായിട്ട് ഈ ശാലിനിയുടെ പിന്നാലെ പോവുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ ഒരു ഓട്ടപ്പാച്ചിലിൽ പെട്ടെന്ന് സംസാരിക്കുകയാണ്. അനുപല്ലവിയോട് പറയുന്നുണ്ട്, മെഡിക്കൽ ഷോപ്പ് എത്രയും പെട്ടെന്ന് തുറക്കാൻ പറയും, ഞാൻ അവിടെ എത്താറായി എന്ന് പറയുമ്പോൾ ശരി മേഡം ഞാൻ വിളിച്ച് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ഈ സോമശേഖരൻ പിന്നാലെ പോകുമ്പോൾ ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തടോ എന്ന് പറയും. അങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ വണ്ടിക്ക് കുറുകെ കൊണ്ടുവച്ച് നിർത്തുകയാണ്. എന്നിട്ട് അവർ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അന്നേരം മേഡം ആയിരുന്നു എന്നും പറഞ്ഞ് ഇവരങ്ങോട്ട് സല്യൂട്ട് ചെയ്യുകയാണ്. അന്നേരം എന്താ എനിക്ക് വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അമിത വേഗത്തിൽ ഒരു സ്ത്രീ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ മൊബൈൽ ഉപയോഗം, അതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയതാണ്, മേഡം ആവുമെന്ന് കരുതിയില്ല എന്ന് പറയുകയാണ്. അന്നേരം എപ്പോൾ കണ്ടല്ലോ, നീ ഒന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സോമശേഖരൻ വീണ്ടും പറയണം, അത് മേഡം നിയമം സംരക്ഷിക്കേണ്ട നമ്മൾ തന്നെ ഇങ്ങനെ ലംഘിച്ചാൽ എന്ന് പറയുമ്പോൾ തനിക്ക് എന്ത് വേണം, എൻ്റെ പേരിൽ കേസ് എടുക്കണോ, സെക്ഷൻ 180 അല്ലേ, അതിൽ കൂടുതലൊന്നും താൻ ചെയ്യില്ലല്ലോ, പിന്നെ ഈ ഫോണിൻ്റെ ഉപയോഗം അതും കൂടി ചേർത്ത് വെച്ച് താൻ എന്താണെന്ന് വെച്ചാൽ താൻ കൊണ്ടുപോയി കേസ് കൊടുക്കുക, കാണേണ്ടവരെയൊക്കെ കണ്ട് വേണ്ട രീതിയിൽ ഞാനത് കൈകാര്യം ചെയ്തോളാം, തൻ്റെ ഈ വളഞ്ഞൊടിച്ചുള്ള പോക്കുണ്ടല്ലോ അത് തൻ്റെ നാശത്തിനാണ് എന്നിങ്ങനെ കൈ ചൂണ്ടി സംസാരിച്ചിട്ടും ശാലിനി വണ്ടിയെടുത്ത് പോവുകയാണ്. അന്നേരം സോമശേഖരൻ മാനക്കേടായല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനി പോകുന്നവരെ സല്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. അതേസമയം അവിടെ പ്രകാശാണെങ്കിൽ ശിവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കാലൊക്കെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ വരച്ച് ചൂട് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് സ്റ്റെതസ്കോപ്പ് വെച്ച് കൂടെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം എന്താന്നിങ്ങനെ റാണി നിന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം 10 മിനിറ്റിൽ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ ബോഡി പൂർണ്ണമായിട്ടും ഡെഡാവും, അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ ഈശ്വരാന്നൊക്കെ വിളിച്ച് പിന്നെ റാണി നിൽക്കുകയാണ്. അതേസമയം അവിടെ ശാലിനിയാണെങ്കിൽ മെഡിക്കൽ സ്റ്റോപ്പിലെത്തി മരുന്ന് വാങ്ങുന്നുണ്ട്. മരുന്ന് വാങ്ങിയിട്ട് ശാലിനി മെഡിക്കൽ സ്റ്റോപ്പുകാരനോട് പറയുന്നുണ്ട്, വല്ലാത്ത അത്യാവശ്യം, അതുകൊണ്ടാണ് രാത്രി ബുദ്ധിമുട്ടിച്ചതെന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, വിവരം പറഞ്ഞിട്ടുണ്ട്, ജീവൻ രക്ഷിക്കാനല്ലേ എന്ന് പറയും, ബില്ല് അതിലുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശാലിനി ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വണ്ടി എടുത്ത് തിരിച്ചു മടങ്ങുകയാണ്. അതേസമയം ചന്ദ്രയാണെങ്കിൽ റോഡ് സൈഡിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് വണ്ടിയൊക്കെ നോക്കുകയാണ്. അന്നേരം അതുവഴിയാണെങ്കിൽ ഒരു ഓട്ടോ വരുന്നുണ്ട്. അന്നേരം ചന്ദ്ര കൈ കാണിച്ച് നിർത്തുകയാണ്. അന്നേരം അതിൽ ഫ്രണ്ടിൽ ഒരു ഡ്രൈവറും ഉണ്ട്, കൂടാതെ വേറൊരാൾ ബാക്ക് സീറ്റിലും ഉണ്ട്. അന്നേരം പിന്നെ എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ KNB ജംഗ്ഷൻ വരെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ കൊണ്ടുവിട്ടാൽ മതിയോ തിരിച്ചു വരണമെന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുവിട്ടാൽ മതി, അവിടെ ഒരു വീട്ടിൽ പോകാനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ആ ബാക്ക് സീറ്റിൽ നിന്ന് ആളിങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയുകയാണ്, അതിനെന്താ കൊണ്ടാക്കാമല്ലോ, ഞങ്ങൾ ഓട്ടം കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ്, സാധാരണ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ആരെയും കയറ്റാറില്ല, വള്ളിയാകും, പിന്നെ രാത്രിയല്ലേ, പിന്നെ പെങ്ങളെപ്പോലുള്ള ഒരാളെ കണ്ടിട്ട് സ്ത്രീയെ കണ്ടിട്ട് ഞങ്ങളുണ്ടോ, എന്തെങ്കിലും ഒരു നോട്ടമോ അങ്ങനെ വല്ലതും ഉണ്ടായോ, നമ്മളെ വീട്ടുകാർ നല്ല രീതിക്കാണ് പഠിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഏത് സമയത്തും ഞങ്ങളുടെ വണ്ടിയിൽ സ്ത്രീകൾക്ക് എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്നൊക്കെ ഇങ്ങോട്ട് പറയുകയാണ്. പക്ഷേ അവരുടെ സംസാരത്തിൻ്റെ വശപ്പശക്ക് ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം ഒന്ന് പെട്ടെന്ന് എനിക്ക് ഏട്ടന് സുഖമില്ലാത്തതുകൊണ്ട് ഇറങ്ങിയെന്ന് പറയുമ്പോൾ എങ്കിൽ പെങ്ങൾ കയറിക്കോ, ഞാൻ ഈ സൈഡിലോട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ആദ്യം ചന്ദ്ര കയറുന്നുണ്ട്, പിന്നീട് ബാക്ക് സീറ്റിൽ ഇരുന്ന ആൾ സൈഡിലേക്ക് മാറിയിരിക്കുന്നുണ്ട്. കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ ഇയാളുടെ തനിസ്വഭാവം പുറത്തു വരികയാണ്. അയാളിങ്ങനെ കൈയൊക്കെ നിവർത്തുന്നുണ്ട്, ചന്ദ്രയുടെ തോളിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. അന്നേരം ചന്ദ്ര ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഇത്
KNB ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയല്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഇതിലേയും പോകാമെന്ന് പറയുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്. അന്നേരം എനിക്ക് അറിഞ്ഞൂടാത്ത വഴിയൊന്നും പോകേണ്ട, അറിയാവുന്ന വഴി പോയാൽ മതി എന്ന് പറയുമ്പോൾ അടങ്ങിയിരിക്കുന്നു പറഞ്ഞ് ഇയാൾ സ്വഭാവം പുറത്തോട്ട് വീണ്ടും പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. അന്നേരം വിടടോ, ഇറങ്ങ്, എനിക്ക് വണ്ടി നിർത്തുമെന്ന് പറഞ്ഞ് ചന്ദ്ര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം ഈ റഹീമിൻ്റെ കയ്യിലേക്ക് വന്ന ഒരു പെണ്ണ് വന്ന് വിട്ടിട്ട് പോകാനോ അടങ്ങിയിരിക്കടി എന്നും പറഞ്ഞ് ചന്ദ്ര ബലമായിട്ട് പിടിക്കുമ്പോൾ ചന്ദ്രൻ പറയും നിർത്തിയില്ലെങ്കിൽ ചാടുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അടങ്ങിയിരിക്കടി എന്നും പറഞ്ഞ് ബലമായിട്ട് ചന്ദ്രയെ പിടിച്ചു വയ്ക്കുകയാണ്. അന്നേരം ചന്ദ്രയാണെങ്കിൽ ഈ പറയിലിരുന്ന ആളിൻ്റെ കൈക്ക് നോക്കി കടിക്കുന്നുണ്ട്. ഇയാളുടെ ഒരു വിളിയിൽ ഡ്രൈവർ വണ്ടി നിർത്തുകയാണ്. പെട്ടെന്ന് ചന്ദ്ര ഇയാളെ തള്ളി ഇങ്ങ് പുറത്തേക്ക് ഇടുന്നുണ്ട് ബാക്ക് സീറ്റിലിരുന്ന. എന്നിട്ട് ചന്ദ്ര ഇറങ്ങി ഓടുകയാണ്. പക്ഷേ ഇവർ ഓടിച്ചിട്ട് പിടിച്ചിട്ട് നീ ചന്ദ്ര വിളിക്കുകയൊക്കെ ചെയ്യുന്നു. നീ നിലവിളിക്കടി, ആരാ കേൾക്കുന്നതെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പിടിച്ച് വലിച്ച് ഓട്ടോയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ടൈമിൽ ശാലിനിയുടെ വണ്ടി ഇങ്ങനെ ചീറി പാഞ്ഞ് വന്ന് ഒരു വെള്ളമൊക്കെ തെറിപ്പിച്ച് ഇങ്ങനെ വന്നങ്ങോട്ട് ഫ്രണ്ടിൽ വന്ന് നിർത്തുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രയാണെന്ന് കാണുന്നുണ്ട്. തുടർന്ന് ശാലിനി അങ്ങോട്ട് വണ്ടി നിർത്തി ഇറങ്ങുന്നുണ്ട്. നേരം ചന്ദ്രയാണെങ്കിൽ ശാലിനിയെ കണ്ടിട്ട് ഉമ്മയുടെ കൈ വെട്ടിച്ച് ചേച്ചി എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ശാലിനിയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം ശാലിനിയെ അതിനുശേഷം മോളെ എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് ചന്ദ്രയെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. അന്നേരം ഈ റഹീം പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ നല്ല ദിവസമാണല്ലോ, എല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് ചേരുകയാണല്ലോ, വന്നതും കൊള്ളാം നിന്നതും കൊള്ളാം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ ആ സാരിയുടെ തുമ്പ് അങ്ങോട്ട് മടക്കി കുത്തുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പക്ഷേ നിന്നെ ഒന്നും കൊള്ളില്ല, ഒരു കാശിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അടി തുടങ്ങുകയാണ്. നല്ല ഞെരിപ്പനടി സ്റ്റണ്ട് സീനാണ് കാണിക്കുന്നത്. ശാലിനി നന്നായിട്ട് അവന്മാരെ അടിച്ച് ഒതുക്കുന്നുണ്ട്. അവന്മാർ അടിക്കാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരടി പോലും ശാലിനിക്ക് കൊള്ളുന്നില്ല. തിരിച്ച് നന്നായിട്ട് അവന്മാർ വേദന കൊണ്ട് തറയിൽ കിടന്നങ്ങോട്ട് വിളിക്കുകയാണ്. വയറ്റിലും കഴുത്തിലും ഒക്കെ ശാലിനി നന്നായിട്ട് ചവിട്ടുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രയുടെ കയ്യിൽ ഫോണുണ്ട്. ഫോൺ ഇങ്ങോട്ട് പിടിച്ച് ഫോൺ ഇനി താന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് അവന്മാരുടെ ഓട്ടോയുടെ ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ആ വിയർപ്പൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ശാലിനി, ജില്ലാ കളക്ടറാണ്. സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ വിളിച്ച് വരുത്തി ഇപ്പം നിന്നെയൊന്നും അകത്താക്കാൻ സമയമില്ല. പക്ഷേ പണി പിന്നാലെ വന്നോളും. നിന്നെ പോലുള്ള ചീത്ത ഓട്ടോക്കാരാണ് നല്ല ഓട്ടോക്കാരുടെ പണി കളയുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവന്മാർ വീണിടത്ത് കിടന്ന് വേദന കൊണ്ട് വിളിക്കുകയും ചെയ്യുന്നുള്ളൂ. ഈ സമയം അവിടെ ശിവൻ്റെ നില കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രകാശ് കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇതിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിയില്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇപ്പോൾ അല്പനേരത്തിനകം ഡെഡാവും എന്നിങ്ങനെ പറയുകയാണ്. പ്രാർത്ഥിക്കുക, പാതി ശകലം ജീവനേ ഉള്ളൂ, അത് കിട്ടുമോയെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്ര റാണി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ശിവന് ചെറുതായിട്ടൊരു ബോധം ഇങ്ങനെ വരുന്നുണ്ട്. ശിവനാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിലെല്ലാം ഒരു ഓർമ്മ, തീരെ ബോധമില്ല, മയങ്ങുന്നത് പോലെ തന്നെയാണ്, സ്വപ്നം കണ്ട് പറയുന്നത് പോലെ പപ്പി സത്യ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പ്രകാശ് ഇത് കേൾക്കുന്നുണ്ട്. അന്നേരം ശിവേട്ടൻ എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ പപ്പി സത്യ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇതൊക്കെ ആരാന്നിങ്ങനെ റാണിയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, പേരുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് ശിവൻ പെട്ടെന്ന് അങ്ങ് കണ്ണടയ്ക്കുകയാണ്, ബോധം അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ഇവർ ശിവേട്ട എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഓർമ്മ വരുന്നില്ല. അന്നേരമാണെങ്കിൽ വീണ്ടും ആ ഒരു സീൻ കാണിക്കുന്നത് ശിവനിങ്ങനെ നല്ല ആത്മാവായിട്ട് ഇങ്ങനെ നടന്നു പോകുമല്ലോ. അത് നേരത്തെ ശാലിനി സ്വപ്നം കണ്ടല്ലോ, ഇങ്ങനെ ഒരു ശ്മശാന ഭൂമിയിലേക്ക് ഇങ്ങനെ ശിവനിങ്ങനെ നടന്നു പോകുന്നതും ആ ചിതയിലേക്ക് ഇങ്ങനെ പോകുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ശാലിനി ആണെങ്കിൽ വന്ന് ശിവ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശിവനിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന, അവിടെ ഒരു മലമുകൾ എന്ന പോലെയുള്ള സ്ഥലത്ത് ശിവനിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ശാലിനിയും ചന്ദ്രയും മരുന്നുമായിട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അന്നേരം പെട്ടെന്ന് പ്രകാശ് അത് വാങ്ങിച്ചിട്ട് ശിവനെ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രയോട് തിരുമ്മിക്കൊടുമെന്ന് പറയുമ്പോൾ ചെയ്യുന്നുണ്ട് ചന്ദ്ര. ഈ സമയത്ത് ശിവൻ പെട്ടെന്ന് കണ്ണ് തുറക്കുകയാണ്. അപ്പോഴും പിന്നെ പപ്പി സത്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി അവിടത്തേക്ക് ഇരിക്കുകയാണ്. അന്നേരം ആരാ ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, എൻ്റെ മക്കളാണ്, ശിവനാണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറയുമ്പോൾ അവരുമായിട്ട് എന്തോ ആത്മബന്ധം ഉണ്ടെന്നുള്ളത് പോലെ, അല്ലെങ്കിൽ ഈ സമയത്ത് അവരുടെ പേരങ്ങനെ പറയില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ഇങ്ങനെ സത്യ പപ്പി എന്ന് പറഞ്ഞിട്ട് അടുത്ത പേര് പെട്ടെന്ന് ശാലിനി എന്നിങ്ങനെ പറയുകയാണ്. അതിങ്ങനെ ശാലിനിയുടെ ചെവിയിൽ തന്നെ മുഴങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വീണ്ടും ശാലിനി എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആകെ ശ്രദ്ധിച്ചിങ്ങനെ ശിവനെ തന്നെ നോക്കുന്നുണ്ട്. ശിവൻ കണ്ണ് പൂർണ്ണമായിട്ടും തുറന്നിട്ടില്ല, പകുതി തുറന്നിട്ട്. അന്നേരം ചന്ദ്രയും പ്രകാശ് റാണിയൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ശിവൻ്റെ ജീവനവിടെ തിരിച്ചു പിടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ശാലിനിക്ക് എന്തെങ്കിലും ഈ ഹാർട്ടിൻ്റെ പ്രശ്നം പറഞ്ഞിനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന് സംശയം തോന്നുമോ, വിഷ്ണുവിൻ്റെ ഹൃദയം ഇവിടെയാണ് കൊടുത്തതെന്ന് അറിയുമോ എന്നുള്ളതൊക്കെയാണ്. എന്താണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. നമുക്ക് ബാക്കി എന്താണെന്നുള്ളത് വരുന്ന വഴിയെ കാണാം. ഓക്കെ, താങ്ക് യു.